എന്നാൽ എന്ത് ചതിയല്ലേ ഫ്ലിപ്കാർട്ട് ചെയ്തത്? 2020 വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീമിനെ സ്പോൺസറൊക്കെ ചെയ്യേണ്ട ഒരു ഇന്ത്യൻ ബ്രാൻഡ് പോയിട്ട് ഒരു ആഫ്രിക്കൻ ടീമിനെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പോ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ ആഫ്രിക്കയിൽ അല്ലെങ്കിൽ നമീബിയയിൽ ഫ്ലിപ്കാർട്ട് ഇല്ല, അവിടെ ഫ്ലിപ്കാർട്ട് ഡെലിവറി ചെയ്യുന്നില്ല. പക്ഷെ പിന്നെ എന്തിനായിരിക്കും ഈ ഫ്ലിപ്കാർട്ട് പോയിട്ട് നമീബിയെ സ്പോൺസർ ചെയ്തത്? ആദ്യം കേൾക്കുമ്പോൾ ഇത് വല്ലാത്തൊരു തീരുമാനമായിട്ട് തോന്നും. പക്ഷെ ഇതിന്റെ പിന്നിൽ ആരും കാണാത്ത ഒരു ബ്രില്യന്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അല്ലെങ്കിൽ അവരുടെ ഒരു പ്ലാൻ ഉണ്ട്. നമീബിയ ചെറിയൊരു രാജ്യമായിരിക്കും, പക്ഷെ അവർ കളിക്കുന്നത് ചെറിയൊരു ഗ്രൗണ്ടിലല്ല, വേൾഡ് കപ്പിലാണ്, 2020 വേൾഡ് കപ്പിലാണ്. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ ബ്രോഡ്കാസ്റ്റും മാസീവ് വ്യൂവർഷിപ്പും ഉറപ്പാണ്. പ്രത്യേകിച്ച് ഇന്ത്യയെ പോലൊരു ടീമിനോട് നമീബിയ കളിക്കുമ്പോൾ കോടിക്കണക്കിന് ആളുകളാണ് ആ കളി കാണുന്നുണ്ടാവുക. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇന്ത്യയെ പോലെ ഒരു ടോപ്പ് ടീമിനെ സ്പോൺസർ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് മറ്റു ടീമുകളെ പോലെ സ്പോൺസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു തുക വരും. അതിന്റെ ഒരു ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ അവർക്ക് ഈ ഒരു ടീമിനെ സ്പോൺസർ ചെയ്യാൻ വരുന്നുള്ളൂ. ഇതിനെയാണ് എഫിഷ്യന്റ് വിസിബിലിറ്റി സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അത് ഹൈ എക്സ്പോഷർ കിട്ടും, അവർക്ക് കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് ഉള്ളൂ. കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞാൽ താരതമ്യേന കുറഞ്ഞത്. അപ്പൊ ലോഗോ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടും, അവരുടെ ബ്രാൻഡിനെ പെട്ടെന്ന് റീകോൾ ചെയ്യാൻ പറ്റും. 10-20 സ്പോൺസർമാരുടെ ഇടയിൽ കിടന്നിട്ട് വീർപ്പുമുട്ടുന്നേക്കാൾ നല്ലത്, അതായത് കുറെ അവിടെ ഇവിടെ ചെറുതായിട്ട് കാണുന്നതിൽ നല്ലത് ഈ ഒരു ടീമിന്റെ മെയിൻ ലോഗോ ആയിട്ട് അവരുടെ ജേഴ്സിയിലും ബാക്കിയുള്ള സ്ഥലത്തൊക്കെ കാണുന്നതല്ലേ ഏറ്റവും ബെറ്റർ. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് എയിലാണ് നമീബിയ. ഇന്ത്യയും പാകിസ്ഥാനും USA ഒരു ഗ്രൂപ്പിലായത് കൊണ്ട് തന്നെ ഇവരുടെ മാച്ചസ് വരുമ്പോൾ ഇന്ത്യൻ ഓഡിയൻസ് ഒരുപാട് ഈ മാച്ചസ് കാണാനുള്ള സാധ്യത ഉണ്ട്. സോ അവര് ആ നമീബിയ സ്പോൺസർ ചെയ്യുന്നത് വഴി അവരുടെ ബ്രാൻഡ് ആ ഒരു കളികളിലൊക്കെ വിസിബിൾ ആയിട്ട് കാണും. സോ അവരുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസിലോട്ട് തന്നെയാണ് കറക്റ്റ് ആയിട്ട് അവരുടെ ബ്രാൻഡിന് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇതിൽ മറ്റൊരു ട്രിക്ക് എന്താണെന്നറിയോ? അവർ എപ്പോഴും ഫ്ലിപ്കാർട്ട് എന്തിനാണ് അറിയപ്പെടുന്നത്? ഗ്രേറ്റ് ഡീൽസ്. അപ്പൊ ഈ ഗ്രേറ്റ് ഡീൽസ് കിട്ടിയ പോലെ തന്നെയാണ് അവർക്ക് ഒരു വമ്പൻ ഡീൽ കിട്ടിയത്, അതായത് നമീബിയെ കിട്ടിയത്, അതായത് ഒരു ഗ്രേറ്റ് ഡീലായിട്ട് കിട്ടിയെന്നത് തന്നെയാണ് അവരുടെ ആഡ് കൊമേഴ്ഷ്യലിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രോമിസുമായിട്ട് അത് ഏകദേശം കറക്റ്റ് മാച്ച് ആയി പോകുന്ന രീതിയിലാണ് അവർക്ക് അവരുടെ ടീമിനെ കിട്ടിയിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അണ്ടർഡോഗ് സ്റ്റോറീസ് വളരെ ഇഷ്ടമാണ്. വളർന്നു വരുന്ന ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ ബ്രാൻഡിന് ഒരു ഇമോഷണൽ കണക്ഷൻ കൂടെ കിട്ടുന്നുണ്ട് ഇവിടെ. അത് എത്രത്തോളം അല്ല, നമ്മൾ ഓൾറെഡി നമ്മുടെ ഇന്ത്യ ഉണ്ടാകുമ്പോൾ നമ്മൾ ഇന്ത്യയെ തന്നെ ആയിരിക്കും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അവർക്ക് അവരുടെ ബ്രാൻഡിന് കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് അവർ ഇന്ത്യ എടുക്കുന്നതിന് പകരം അവർ നമീബിയെ സ്പോൺസർ ചെയ്തു. അപ്പൊ ഇതൊരു സ്മാർട്ട് മാർക്കറ്റിംഗ് മൂവ് ആണോ അതോ വെറും റിസ്ക് ആണോ? വാട്ട് ഡു യു തിങ്ക്? അപ്പൊ താഴെ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ പൈസ കൂടുതൽ ചെലവാക്കുന്നില്ല. മാർക്കറ്റിംഗിന്റെ കേസിലോട്ട് വരുമ്പോൾ പൈസ എങ്ങനെ എഫിഷ്യന്റ് ആയിട്ട് മാക്സിമം നമുക്ക് ROI തരുന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു എന്നതിലാണ് മാർക്കറ്റിംഗിന്റെ കേസിലോട്ട് വരുമ്പോൾ നമ്മുടെ മണിയുടെ കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇതുപോലുള്ള മാർക്കറ്റിംഗ് സ്റ്റോറീസ് വേണമെന്നുണ്ടെങ്കിൽ, ഇൻസൈറ്റ്സിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് പ്രാന്തമാരായ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ.